ഒരു രാജ്യം ഒരു തെരഞ്ഞെടുപ്പ് ബില്ലിന് എതിരെ JPC യോഗത്തിൽ പ്രതിപക്ഷം എതിർപ്പറിയിച്ചെന്ന് കെ രാധാകൃഷ്ണൻ MP. ജനാധിപത്യ സംവിധാനങ്ങൾ പൂർണ്ണമായും അട്ടിമറിക്കുന്നതാണ് ബിൽ. വിഷയത്തിൽ വിവിധ രാഷ്ട്രീയ പാർട്ടികളുടെ അഭിപ്രായം തേടേണ്ടതുണ്ട് എന്നും കെ രാധാകൃഷ്ണൻ പറഞ്ഞു. ഇന്ത്യ പോലൊരു രാജ്യത്ത് നമ്മുടെ ജനാധിപത്യ സംവിധാനങ്ങളും ഫെഡറൽ സംവിധാനങ്ങളും ഇന്ത്യയിലെ മറ്റ് സംവിധാനങ്ങളൊക്കെ നിലനിർത്താൻ വേണ്ടി നിലവിലുള്ള സമ്പ്രദായം അതിൽ എന്തെങ്കിലും മോഡിഫിക്കേഷനൊക്കെ വരുന്നതുകൊണ്ട് കുഴപ്പമില്ല. പക്ഷേ പൂർണ്ണമായിട്ടും മാറ്റിമറിച്ചുകൊണ്ട് വൺ നേഷൻ വൺ ഇലക്ഷനിലേക്ക് പോകുന്നത് നമ്മുടെ ഡെമോക്രാറ്റിക് സെറ്റപ്പിനെ തകർക്കുക എന്നുള്ള ലക്ഷ്യം വെച്ചുകൊണ്ടാണ്. ഭാവിയിൽ നമ്മുടെ രാജ്യത്തെ ഒരു പ്രസിഡൻഷ്യൽ രീതിയിലേക്ക് കൊണ്ടുവരിക എന്നുള്ള ഒരു സമീപനമാണ്. അതിനെതിരായിട്ടുള്ള സമീപനം തന്നെയാണ് പ്രതിപക്ഷ കക്ഷികളുടെ ഭാഗത്തുനിന്നും ഉണ്ടായിരിക്കുന്നത്. നിതിൻ അംബുജൻ ചേരുന്നുണ്ട് ഡൽഹിയിൽ നിന്ന് വിശദാംശങ്ങളുമായി. നിതിൻ, എന്തൊക്കെയാണ് വിവരങ്ങൾ? ഉന്മേഷ്, എന്തായാലും പ്രതിപക്ഷം ഇന്നത്തെ JPC യോഗത്തിൽ എതിർപ്പ് അറിയിച്ചിട്ടുണ്ട്. നമുക്കറിയാം, നേരത്തെ തന്നെ പാർലമെന്റിൽ ഈ ബില്ല് വന്നപ്പോൾ പ്രതിപക്ഷം വലിയ പ്രതിഷേധം ഉയർത്തിയിരുന്നു. ഇതിനുശേഷമാണ് ഇത് സമിതിക്ക് JPCക്ക് വിടുന്നൊരു കാര്യം എന്തായാലും സ്വീകരിച്ചത്. ഇന്നിപ്പോൾ JPCയുടെ ആദ്യ യോഗം ചേർന്നു. BJP MP PP ചൗധരിയുടെ നേതൃത്വത്തിലുള്ള പാർലമെന്റിന്റെ 39 അംഗ സംയുക്ത സമിതിയിൽ കോൺഗ്രസിനുള്ള പ്രിയങ്ക ഗാന്ധിയുണ്ട്. അതോടൊപ്പം തന്നെ ആം ആദ്മി പാർട്ടിയുടെ സഞ്ജയ് സിംഗ്, കല്യാൺ ബാനർജി, കൂടാതെ JDUവിൽ നിന്നുള്ള സഞ്ജയ് ദാ ഉൾപ്പെടെയുള്ള 39 അംഗങ്ങളാണ് ഈ സമിതിയിലുള്ളത്. എന്തായാലും പ്രതിപക്ഷ പാർട്ടികൾ അവരുടേതായ നിലപാടുകൾ ഇന്നിപ്പോൾ അറിയിച്ചിട്ടുണ്ട്. നമുക്കറിയാം, ലോക്സഭയിലേക്കും സംസ്ഥാന അസംബ്ലിയിലേക്കും ഒരേ സമയം തെരഞ്ഞെടുപ്പ് നടത്തുന്നതിനുള്ള സാധ്യത പരിശോധിക്കുന്നതാണ് സമിതിയുടെ പ്രാഥമിക ദൗത്യം. ഇതിനായി ഭരണഘടന വിരുദ്ധമായ ഒരു നടപടിയാണ് കേന്ദ്ര സർക്കാർ സ്വീകരിക്കുന്ന വിമർശനം നേരത്തെ തന്നെ ഉന്നയിച്ചിരുന്നു. ആ ഒരു സാഹചര്യത്തിൽ എന്തായാലും ഒരു വിശദമായ ചർച്ചയ്ക്ക് വിവിധ പാർട്ടികളുടെ നിലപാട് തേടുന്ന ഒരു നടപടിയാണ് ഇപ്പോൾ സ്വീകരിച്ചു വരുന്നത്. എന്തായാലും 90 ദിവസത്തിനകം JPC റിപ്പോർട്ട് സമർപ്പിക്കും. നിലവിൽ ഇപ്പോൾ പ്രതിപക്ഷ പാർട്ടികൾ എതിർപ്പറിയിച്ചുകൊണ്ട് രംഗത്തുണ്ട്. നിതിൻ അംബുജനാണ് വിവരങ്ങൾ നൽകിയത്.